പിണറായി വിജയൻ കണ്ണൂരിന് നാണക്കേടാണെന്ന് തുറന്നടിച്ച് ബി.ജെ.പി. ദേശീയ വൈസ് പ്രസിഡന്റ് എ.പി. അബ്ദുള്ളക്കുട്ടി. പഞ്ചനക്ഷത്ര പാർട്ടി ഓഫീസ് ഉണ്ടാക്കിയതാണ് കണ്ണൂരിലെ വികസനം. പൂട്ടിക്കൊണ്ടിരിക്കുന്ന പാർട്ടിക്ക് എന്തിനാണ് ഓഫീസെന്നും അദ്ദേഹം പരിഹസിച്ചു. സ്വന്തം നാട്ടിൽ ഒരു ഫ്ലൈ ഓവർ ഉണ്ടാക്കാൻ കഴിയാത്ത ആളാണ് മുഖ്യമന്ത്രിയെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ നഗരത്തെ നരകമാക്കിയ കോർപ്പറേഷൻ ഭരണകൂടത്തിനെതിരെ ബി.ജെ.പി. പ്രതിഷേധം നടത്തി. കോർപ്പറേഷൻ ഓഫീസ് ഉപരോധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എ.പി. അബ്ദുള്ളക്കുട്ടി. മിഥുൻ പിള്ള ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് എ.പി. അബ്ദുള്ളക്കുട്ടി പിണറായി വിജയനെതിരെ തുറന്നടിച്ചിരിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ പാർട്ടി ഓഫീസ്, അതായത് കണ്ണൂരിൽ വലിയൊരു പാർട്ടി ഓഫീസ് നിർമ്മിച്ചതല്ലാതെ എന്ത് വികസനമാണ് അവിടെ കൊണ്ടുവന്നതെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. തീർച്ചയായും ദേവിക, നമുക്കറിയാം കണ്ണൂർ കോർപ്പറേഷനെ സംബന്ധിച്ച് നിരവധി ആരോപണങ്ങളും പരാതികളും പലതവണ ഉയർന്നിട്ടുള്ളതാണ്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കണ്ണൂർ നഗരത്തെ നരകമാക്കിയ കണ്ണൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധം ഉയർത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ബി.ജെ.പി. ഇന്ന് ഉപരോധ സമരം നടത്തിയത്. ഈ ഉപരോധ സമരം ബി.ജെ.പി. ദേശീയ ഉപാധ്യക്ഷൻ എ.പി. അബ്ദുള്ളക്കുട്ടിയാണ് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനെതിരെയും അടക്കം രൂക്ഷ വിമർശനം ഉയർത്തിക്കൊണ്ടായിരുന്നു ഉദ്ഘാടന പ്രസംഗം നടത്തിയത്. മാത്രമല്ല, ഈ ഉപരോധ സമരത്തിൽ ബി.ജെ.പി. ഉപരോധ സമരം നടത്തുന്ന അതേ സമയത്ത് കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയർ അടക്കം ഈ കോർപ്പറേഷനിലേക്ക് കയറി വരാനുള്ള ശ്രമം നടത്തി. അവരെ ബി.ജെ.പി. പ്രവർത്തകരടക്കം തടയുന്ന സാഹചര്യമുണ്ടായി. ഇതിൽ തന്നെ ഈ പ്രസംഗത്തിൽ, ഉദ്ഘാടന പ്രസംഗത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർത്തിയത്. അതായത് സ്വന്തം നാട്ടിൽ ഒരു ഫ്ലൈ ഓവർ പോലും ഉണ്ടാക്കാൻ കഴിയാത്ത ആളാണ് മുഖ്യമന്ത്രി എന്ന വിമർശനമാണ് എ.പി. അബ്ദുള്ളക്കുട്ടി ഉയർത്തിയത്. പിണറായി വിജയൻ കണ്ണൂരിന് നാണക്കേടാണ്, പഞ്ചനക്ഷത്ര പാർട്ടി ഓഫീസ് ഉണ്ടാക്കിയതാണ് കണ്ണൂരിലെ ഏക വികസനം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. കൂട്ടിക്കൊണ്ടിരിക്കുന്ന പാർട്ടിക്ക് എന്തിനാണ് ഓഫീസ് എന്നും അദ്ദേഹം പരിഹസിക്കുന്നു. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പിണറായിയുടെ നിർഗന്ധത നോക്കി വോട്ട് ചെയ്യുമെന്നും എ.പി. അബ്ദുള്ളക്കുട്ടി പറയുന്നുണ്ട്. സംസ്ഥാനത്തുടനീളം ഉണ്ടാകുന്ന ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെയാണ് രൂക്ഷ പ്രതികരണം എ.പി. അബ്ദുള്ളക്കുട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തത്. ദേവിക.